ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. ചാപ്റ്റർ 6 സാമ്പിളിംഗ് ഡിസൈൻ. സാമ്പിളിംഗ് എന്ന വേർഡ് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. എന്താണ് സാമ്പിൾ? നമ്മൾ എങ്ങനെയാ സാമ്പിൾ സെലക്ട് ചെയ്യുക? ഒരു ലാർജ് വോളിയത്തിൽ നിന്ന് ഒരു എന്താണെങ്കിലും അത് അതിൻ്റെ ഒരു ഭാഗം നമ്മളെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുക, അല്ലേ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ ഒക്കെ പഠിച്ചു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയൊക്കെ പഠിച്ചു. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ഷനെ ദ ഡിസയേർഡ് ഡാറ്റ മേ ബി കളക്റ്റഡ് ബൈ സെലക്ടിങ് ഐദർ സെൻസസ് മെത്തേഡ് ഓർ സാമ്പിളിംഗ് മെത്തേഡ്. നമ്മൾ സെൻസസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടോ ആണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സെൻസസ് എങ്ങനെയാണ് നടത്തുക? അപ്പം നമ്മൾ ഇത്ര വർഷം കൂടുമ്പോൾ നമ്മുടെ എല്ലാ ജനങ്ങളുടെയൊക്കെ കണക്കുകൾ സെൻസസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഓരോ ഏരിയ ഓരോ ഭാഗത്തുള്ളവർക്കായിട്ട് അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യും. അതൊരു വൈഡ് മെത്തേഡാണ്, അല്ലേ? സാമ്പിളിംഗ് എന്ന് പറഞ്ഞാലോ, നമ്മളൊരു ഗ്രൂപ്പിൽ നിന്ന് ഒരു പായസമാണ് കഴിക്കുന്നതെന്ന് വിചാരിക്കും. അതിൻ്റെ സാമ്പിളാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിൽ നിന്നൊരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നു? സാമ്പിളിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സെൻസസ് ആൻഡ് സാമ്പിൾ ആണ്. അപ്പോൾ എ കംപ്ലീറ്റ് സർവേ ഓഫ് പോപ്പുലേഷൻ ഈസ് കോൾഡ് എ സെൻസസ്. എ കംപ്ലീറ്റ് സർവേ ഓഫ് പോപ്പുലേഷൻ ഈസ് കോൾഡ് സെൻസസ്. On the other hand, a sample is a representative subject of population. In sample survey, we cover only a sample of respondent, item or units of population we are interested in and then draw inference about the whole population. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പായസം എങ്ങനെയുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി പായസം മൊത്തം നമ്മൾ കുടിക്കേണ്ട കാര്യമില്ല, അല്ലേ? അതിനൊരു സ്പൂൺ എടുത്ത് നമ്മൾ കഴിക്കുന്നതിന് സ്വല്പം എടുത്ത് കഴിക്കുമ്പോൾ മൊത്തം അതുപോലെ പായസത്തിന്റെ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ചില കാര്യങ്ങൾ സാമ്പിൾ ചിലപ്പോൾ ഒരേപോലെ. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മളൊരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ് എടുത്ത കാര്യം കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഒരാളോട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി ആൻസർ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മറ്റെല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടി ആൻസർ പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് മറ്റാർക്കും അത് കിട്ടില്ല എന്നും പറയാൻ പറ്റില്ല, അല്ലെ? അപ്പോൾ സാമ്പിളിന് അതിൻ്റെതായ ഡ്രോബാക്സും ഉണ്ട്, അതിൻ്റെതായ ടൈം അല്ലെങ്കിൽ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാനും സാധിക്കും ചെയ്യും. അപ്പൊ എല്ലാ ഒരു ആസ്പെക്റ്റിലും ഇത് ഒരേപോലെ ഗുണകരമാണെന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ സാമ്പിളിങ് ഉപകാരമാണ്. Researcher usually cannot make direct observation of every unit of the population they are studying for a variety of reasons, such as sampling is preferred to census because of the following reason. The first one is sampling helps in substantial cost reduction of surveys. Sampling helps in substantial cost reduction of surveys. സാമ്പിളിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ നിന്നൊരു സാമ്പിളാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് കുറയും, ടൈമും. ഒരു 10 പേരെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ആ 10 പേരിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ എഫക്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ ടൈമും കോസ്റ്റും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇഫ് ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് വെരി ലാർജ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കണ്ടക്ട് എ സെൻസസ്. അതുപോലെ തന്നെ ഒരു ലക്ഷം ആൾക്കാർ അല്ലെങ്കിൽ 1 കോടി ജനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ മൊത്തം കാര്യങ്ങൾ എടുക്കുക പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാണ്. സെൻസസ് നടത്തുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് ടൈം ആൻഡ് അഗെയിൻ ദാറ്റ് എ കെയർഫുള്ളി കളക്റ്റഡ് ഡാറ്റ from a sample is more accurate than a sloppily conducted census data. Thorough sampling, it is possible to collect the data in far less time than census.
At the time, sampling is only a feasible method. For example, blood test of patient. ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് ടെസ്റ്റ് നമുക്ക് എന്തിൽ പെടുത്താനായിട്ട് പറ്റും? സാമ്പിളിങ്. അതായത് ഇതൊരു ഫീസിബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ആ ബ്ലഡിന്റെ ഒരു സാമ്പിൾ ഒരു തുണ്ടെടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ ആസ്പെക്ട് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചില കാര്യങ്ങൾ നമുക്ക് സാമ്പിൾ എടുത്താൽ മതിയാവും, എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് സെൻസസ് തന്നെ ആവശ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഞാനൊരു ചെറിയ ടോപ്പിക് എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത് നമുക്ക് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് സാമ്പിൾ ആണ്. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.